വളരെ എക്സൈറ്റഡ് ആണ് സംസാരിക്കാൻ. കാരണം ഇത് എന്നെ പോലെ ഒരുപാട് ഗേൾസിന്, അല്ലെ ഗേൾസിന് മാത്രമല്ല ഈ വീഡിയോ, ബോയ്സിനും ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻസെക്യൂരിറ്റീസ്. കാരണം കുറെ ഉണ്ടല്ലോ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന വണ്ണം വെച്ചോ, പിന്നെ ഇല്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ദാറ്റ്സ് ദ മെയിൻ തിങ്. ഐം നോട്ട് എന്റെ ഇൻസെക്യൂരിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾ എന്തൊക്കെയാണ് ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ആസ് എ ഗ്രോയിങ് കിഡ്, വാട്ട് യു ഫേസ്ഡ്, എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഗേൾസിന് മാത്രമല്ല കേട്ടോ. ഈ ടോപ്പിക്ക് പറയാൻ ഞാൻ ഒരു ഗേൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ, ദിസ് ഇസ് ദില ഹിയർ. അപ്പോൾ ഇന്ന് വലിയ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ഞാൻ ഐ തിങ്ക് ഓൾ ഗേൾസ് ക്യാൻ റിലേറ്റ് വിത്ത് മീ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഐ വെൽക്കം യു ഓൾ. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദിസ് ഇസ് ദില ഹിയർ. അപ്പോൾ ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ്സ് അബൌട്ട് ഇൻസെക്യൂരിറ്റീസ്. ഇപ്പോൾ ഇൻസെക്യൂരിറ്റീസ് ഇല്ലാത്ത ആരാ ഉള്ളത് ഇവിടെ? എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷേ ഇൻസെക്യൂരിറ്റീസിന്റെ ലെവലിലാണ് വ്യത്യാസം വരുന്നത്. ചിലർക്ക് അത് 100% ആയിരിക്കും, ചിലർക്ക് അത് 0% ആയിരിക്കും. അപ്പോൾ അതിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ ഇൻസെക്യൂരിറ്റീസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? പല കാര്യങ്ങളും കാണും, പല റീസൺസ് ഉണ്ട്. ഇന്റലിജൻസ്, കരിയർ, ഫിനാൻസ്, വെൽത്ത്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. പലരും ഇപ്പം സെൽഫ് കോൺഫിഡൻസ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ദാറ്റ്സ് ദ മെയിൻ തിങ്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇത് തന്നെയാണ് നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് ഈ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞ് അതല്ലാതെ എനിക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ബട്ട് ടു ആൻ എക്സ്റ്റെൻറ്റ് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഐ തോട്ട് ഇറ്റ് വിൽ റിലേറ്റ് വിത്ത് പീപ്പിൾ ഓൾസോ. അപ്പോൾ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വീഡിയോ അബൌട്ട് ഇറ്റ്. ഇപ്പം നമ്മളുടെ വണ്ണം വെക്കുന്നതിനാണ് നിങ്ങൾ ഇൻസെർട്ട് ചെയ്യുമെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും അതൊരു വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾ 1 month വിചാരിച്ചാൽ മതി, നിങ്ങളെ വണ്ണം കുറയും. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് സെറ്റ്. ഞാൻ വണ്ണം കുറയ്ക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ വണ്ണം കുറയ്ക്കും, അത്രേ ഉള്ളൂ. ഞാൻ വണ്ണം കൂട്ടുമെന്ന് വിചാരിച്ചാൽ വണ്ണം കൂട്ടും. പിന്നെ ഈ നമ്മൾ വണ്ണം കുറഞ്ഞു പോയാലോ, അയ്യോ വണ്ണം കുറഞ്ഞു പോയോ, ടിപ്പിക്കൽ പീപ്പിൾ അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും കാര്യം. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് ഭയങ്കരമായിട്ട് തലയിലെടുത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എനിക്കറിയാം ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, അയ്യോ എൻ്റെ വണ്ണം കൂടി കുറേ പട്ടിണി കിടക്കുന്നു. റിലാക്സ് ഗൈസ്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ? ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. നമ്മളെ മെൻ്റൽ പീസാണ് ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ എന്നെ സംബന്ധിച്ചിട്ട്. ബിക്കോസ് അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു അതിൽ മനസ്സിലായി വണ്ണം വെക്കുന്നതിലോ ഒന്നുമില്ല. നിങ്ങൾ ഹെൽത്തി ആയിട്ട് വണ്ണം വെച്ചിരിക്കുന്നതിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. കാരണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷനും തീരും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻസെക്യൂരിറ്റീസ്. കാരണം കുറെ ഉണ്ടല്ലോ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഗേൾസിന് വണ്ണം വെച്ചോ, പിന്നെ എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് ഗ്ലാമർ ഇല്ല, ഇതൊക്കെ എല്ലാവരെയും ഉള്ള ഇൻസെക്യൂരിറ്റിയാണ്. പിന്നെ ഞാൻ കറുപ്പാണ് ഭയങ്കര, അങ്ങനെയൊക്കെയാണ് പൊതുവെ ഒരു ഇൻസെക്യൂരിറ്റീസ് വരുന്നത്. ഹൈറ്റ് കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് ഹൈറ്റ് കുറവ്, ഇതൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആണ്. ചിലർ സംബന്ധിച്ച് എനിക്ക് ഹൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. ഐ വാസ് ഓൾവേസ് ആൻ എക്സൽ ഗേൾ. കാരണം ഞാൻ എപ്പോഴും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പം കൊച്ചിലെ തൊട്ടാണെങ്കിലും ഞാൻ എൻ്റെ സ്കൂളിലും കോളേജിലും എൻ്റെ അസംബ്ലി ലൈനിൽ എപ്പോഴും ബാക്കിലാണ്. ബിക്കോസ് ഐ ആം ഓൾവേസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ്. പക്ഷെ എനിക്ക് വണ്ണം ഇല്ലായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ഒരു 4 years കൊണ്ടാണ് വണ്ണം വെച്ചത്. ആസ് യു ക്യാൻ സീ ഇൻ മൈ ഇൻസ്റ്റഗ്രാം ഓൾസോ. അതാണ് ഒരു ഇൻസ്റ്റഗ്രാം ഒരു 10-11 years ആയിട്ടുണ്ട്. അപ്പം അതിനകത്ത് എൻ്റെ മെമ്മറീസ് ആണ്. സോ ദർ വാസ് എ പീരീഡ് ഐ യൂസ് ടു ഗെയിൻ വെയിറ്റ്, ഐ ട്രിം ഓൾസോ. സോ അതൊരു അപ്പ് ആൻഡ് ഡൗൺ പ്രോസസ് ആയിട്ട് നടന്നു പോകുന്നതാണ്. അപ്പോൾ ഇൻസെക്യൂരിറ്റീസ്, അപ്പം ഇതിനൊക്കെ ഒരുപാട് പേർക്കുണ്ട്. മെയിനായിട്ട് ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉള്ള മെയിൻ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ആ പടമൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് കണ്ടിട്ടുള്ളവർ, അയ്യോ വണ്ണം വെച്ചുപോയോ, അയ്യോ എങ്ങനെയായിരുന്ന കൊച്ചായിരുന്നു, അയ്യോ, ഇതൊക്കെ കേൾക്കും. ഇത് നമ്മുടെ നാട്ടിലെ ടിപ്പിക്കലാണ്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫംഗ്ഷനോ ഗ്യാതറിങ്ങിന് പോകുമ്പം ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ദാറ്റ് യു വിൽ ഹിയർ. ആൻഡ് ട്രസ്റ്റ് മീ, ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ആദ്യം എനിക്കുമൊക്കെ ഇങ്ങനെ ഒരു മാതിരി തോന്നുമായിരുന്നു. പിന്നെ എനിക്ക് യൂസ്ഡ് അപ്പ് ആയി. ബിക്കോസ് നമുക്കറിയാമല്ലോ വൈ നമ്മൾ വണ്ണം വെക്കുന്നതെന്ന്. ഇപ്പം എൻ്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞാൻ നല്ല ഫുഡ് കഴിച്ചിട്ടാണ് വണ്ണം വെക്കുന്നത്. ഓക്കെ, അല്ലാതെ ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും ദൈവം സഹായിച്ച് ടച്ച് വുഡ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. പക്ഷെ അത് കണക്കല്ല, പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്നതായിരിക്കും വരുന്നത്. ചിലർക്ക് PCOD അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തർ വണ്ണം വെക്കും അല്ലേ. സ്ട്രെസ് കൂടുന്നവരായിരിക്കും, സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്കൊക്കെ വരാൻ നമുക്ക് സ്ട്രെസ് ഈറ്റിംഗ് കൂടുതലാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴത്തേക്ക്
നോർമലി ഡൈവേർട്ട് ആവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒന്നി പുറത്ത് പോവുക, ഇല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുക, ഇതും അല്ലെങ്കിൽ ഇരുന്ന് കുറച്ചിരുന്ന് കരയുക, ഇനി അതും അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യുക, ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യും, ലൈക്ക് അതിപ്പോൾ എൻ്റെ കണക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതി കാണുമല്ലോ. എൻ നമ്പർ ഓഫ് വേസ്, റൈറ്റ്? വി ഓൾ ഹ്യൂമൻസ് ആർ ബിൽഡ് ഡിഫറെൻറ്റ്. അനദർ ഡിഫറെൻറ്റ് തിങ് ഈസ് എനിക്ക് ചുരുണ്ട മുടിയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് മുടിയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരുടെ ഫാമിലിയിൽ സ്ട്രെയിറ്റ് മുടിയാണ്. അപ്പം എനിക്ക് മാത്രം സ്ട്രെയിറ്റ് മുടിയാണ്, എനിക്ക് കുറുങ്ക മുടിയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കെട്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കുമ്പോൾ കാണാം. വൈ യു ഗോട്ട് കേർലി ഹെയർ. അപ്പം ഇപ്പം എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ജെൻസി അല്ലെങ്കിൽ അതിനൊരു ട്രെൻഡിങ് ആയിട്ടൊക്കെ വെക്കും. പക്ഷേ 10 years ബാക്ക് അതല്ല കേസ്. നമ്മൾ ഈ ചുരുണ്ട മുടിയും കൊണ്ട് ഒരിടത്ത് പോകുമ്പോൾ അത് നേരെ ഇരിക്കില്ല. ആൻഡ് ഒരു പ്രോഡക്ട്സും എനിക്കറിയില്ല എന്ന് യൂസ് ചെയ്യാൻ, ബിക്കോസ് ഐ എം നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. അപ്പം അന്ന് ഞാൻ ആലോചിക്കും, ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് എന്ത് എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് അങ്ങനെ ആവും. നമ്മൾ രാവിലെ 6:30 സ്കൂളിൽ മറ്റേ എന്താ പറയുക, ഐ റിമെമ്പർ വെൻ ഐ വാസ് ഇൻ മൈ 11th grade ആൻഡ് ഓൾ, നമ്മൾ എന്താ പറയുക രാവിലെ പോകണം 6:30 ട്യൂഷനൊക്കെ. അപ്പോൾ ഐ വാസ് സ്റ്റഡിങ് ഇൻ കൊല്ലം ദാറ്റ് ടൈം. അപ്പോൾ ഇതിനൊക്കെ പോകുമ്പോൾ ഈ മുടി ഒരു തരത്തിൽ റെഡി ആവത്തില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. എനിക്ക് അറിയത്തൂല എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്, ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ബട്ട് ലക്ലി ആഫ്റ്റർ ദാറ്റ്, അപ്പോൾ അതെനിക്കൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മുടി എന്ത് ചെയ്യും ഗൈസ്, ഈ മുടി എന്ത് ചെയ്യും, ഈ മുടി എനിക്ക് അന്ന് എൻ്റെ മുടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഒരുപാട് പേര് പറയും എൻ്റെ മുടി അവർക്കൊക്കെ ഇഷ്ടമാണ്, എപ്പോഴും കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെയാണ് എനിക്ക് ഇതിനെ എന്തോ ലൈക്ക് വൺസ് ഐ ട്രൈ ടു എംബ്രേസ് മൈസെൽഫ്, എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഇപ്പം നമ്മൾ കൊള്ളാമെന്ന് നമ്മൾ തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത്, അല്ലാതെ നമ്മൾ വേറൊരാളുടെ വാലിഡേഷൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. യു ആർ ഗുഡ്, മനസ്സിലായി? അത് ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ല. ഞാൻ അടിപൊളിയാണ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ കുറേ പേര് വന്ന് പറയാറുണ്ട് ഗ്ലാമറാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ലൈക്ക് എൻ നമ്പർ ഓഫ് തിങ്സ്. പക്ഷേ ഐ ഓൾവേസ് നോ ദാറ്റ് വാട്ട് ഐ ആം. എനിക്കറിയാം ഞാൻ എങ്ങനെ ഇരിക്കുകയാണെന്നും ഞാൻ എങ്ങനെയാണെന്നും എൻ്റെ ഇൻസെക്യൂരിറ്റി എന്താണെന്നും എനിക്ക് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും ഇതൊക്കെ എനിക്കറിയാം. അപ്പം എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഇവർ പറയുന്നതെങ്കിലും നമ്മൾ ചിരിക്കുമെങ്കിലും നമ്മൾ താങ്ക് യു എന്ന് പറയുന്നെങ്കിൽ ഐ ഡോണ്ട് ഗെറ്റ് ഹൈഡ്. ഓക്കെ, അങ്ങനെ ഇല്ല, ബിക്കോസ് ഐ നോ വാട്ട് ഐ ലുക്ക്. കാരണം ഈ പറയുന്നവർ തന്നെ നമ്മൾ വണ്ണം വെച്ചിരിക്കുമ്പോഴത്തേക്കും അവർ അയ്യോ തടിച്ചിയായിപ്പോയി എന്ന് പറഞ്ഞവർ തന്നെ വണ്ണം കുറയുമ്പോൾ അയ്യോ മെല്ലിന് സുന്ദരിയായി എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ലൈക്ക് വെൻ യു ഗോ ടു XXL, XXL ടു കമ്മിങ് ബാക്ക് ടു XL ഓൾസോ, എനിക്ക് വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ കയറുമ്പോൾ നമുക്ക് ഇച്ചിരി സമാധാനം വരും. ഓ യെസ്, ഐ എം ജസ്റ്റ് ഫിറ്റിംഗ് ഇൻ ടു മൈ ഡ്രസ്. ഒരു 5 വർഷം പഴക്കമുള്ള ഡ്രസ്സ് നമ്മളെടുത്തിടുമ്പോൾ നമുക്കൊരു സന്തോഷം വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഓൾമോസ്റ്റ് 6.5 or 6.6, I don't know whether I'm right or not. Everybody's built different. ഇപ്പോൾ എല്ലാവരും ഒരു കണക്കായിരുന്നേ പിന്നെ so what's the point, man? So and everybody got different opinions, n number of opinions, n number of insecurities, and I think അത് വേണം, എന്നാലല്ലേ രസമുള്ളൂ. എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ആണ്, പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ എനിക്കെപ്പോഴും വിചാരിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇൻസെക്യൂരിറ്റീസ് വരും. അപ്പം ഞാൻ എപ്പോഴും ഇത് കണക്ക് ഇൻസെക്യൂരിറ്റീസ് വരുമ്പോഴത്തേക്ക് അതിനെങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എനിക്കുള്ള കണക്ക് ഒരുപാട് പേര് കാണും. അപ്പോൾ എപ്പോഴും ഒരു പ്ലസ് സൈസ് ഗേൾ ആകുമ്പോഴത്തേക്ക് അപ്പോൾ എപ്പോഴും വലിയ കൊച്ചാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഇൻസിഡൻറ്റ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈക്ക് ഐ വാസ് ഗുഡ് ഇൻ മൈ അക്കാഡമിക്സ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് കണക്ക് ഭയങ്കര വർത്തമാനമാണെന്നൊക്കെ, അപ്പം ഭയങ്കര വർത്തമാനമാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, കാരണം എനിക്ക് സംസാരിക്കാൻ ഒരു മീഡിയ ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇത് കണക്ക് ഒരു ടീച്ചർ പറഞ്ഞാണ്, എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ നെയിം ആൻഡ് ഓൾ ബിക്കോസ് ബാക്ക് ഇൻ മൈ സ്കൂൾ ഡേയ്സ്, വളരെ ചെറുതായിരുന്നപ്പോഴാണ്, എനിക്കൊന്ന് UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ എന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് നിന്ന് സംസാരിക്കും കേട്ടോ, ഭയങ്കര സംസാരമാണ്. അപ്പോൾ എന്നെ ഇവർ കാണാൻ പറ്റും, കാരണം എനിക്ക് പൊക്കമൊക്കെ ഉണ്ടായതുകൊണ്ട്, വണ്ണമില്ലെങ്കിൽ നല്ല പൊക്കം ഉണ്ടായതുകൊണ്ട്, ആളുഭാഷ ഉണ്ടായതുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മാത്രമേ ഇവർ കണ്ണി കാണത്തുള്ളൂ. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊരു വർത്താനം പറയുമ്പോൾ ഇവർ എന്നെ കണ്ട് തൃശ്ശ യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറയും. അപ്പോൾ ഞാനെനിക്ക് വേറെ ആരും വർത്താനം പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഞാൻ മാത്രം വർത്താനം പറഞ്ഞിട്ട് കുഴപ്പമുള്ളൂ. സോ അപ്പോൾ അതെന്ന് പറയുന്നത് ബിക്കോസ് എനിക്ക് ആ ഹൈറ്റും അതൊക്കെ ഉണ്ടായതുകൊണ്ട് ബാക്കി കുട്ടികളെ വെച്ച് അപേക്ഷിച്ച് ഒരു ഡിഫറൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കും എന്നെ അത് ഒരു പൊക്കിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഓർത്തെടുത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അന്ന് അറിയില്ല. അന്ന് വിഷമമാണ് എന്നും ബാക്കി നിൽക്കുന്നത്, എന്നെ മാത്രം പിടിച്ച് ബാക്കി നിൽക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ ഫ്രണ്ട് എത്ര പേര് നിൽക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അന്ന് ഈ ചിന്തയെന്ന് പറഞ്ഞാൽ ബാക്ക് നിൽക്കണം, വെയിൽ കൊള്ളണം, അവിടെ ബാക്കിൽ നിൽക്കുമ്പോൾ അന്ന് വെയിലൊക്കെ കൊള്ളുമായിരുന്നു. അയ്യോ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ഇന്ന് അപ്പം എനിക്ക് എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ആസ് എ ഗേൾ ഒരു മോട്ടിവേഷനായിട്ട് പറയാൻ തോന്നിയത്, നമ്മൾ ഈ വണ്ണം വെക്കുന്ന കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ